ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ സുഖം, ഈശ്വരൻ്റെ കൃപ കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം വിനായക ചതുർത്ഥിയാണേ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു വലിയ ശക്തിയാണ്. ഞാൻ ഇന്ന് ഒരു ഗണപതി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനായിട്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഞാനൊരു ക്ലേ മേടിച്ചു. ഈ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കളേർഡ് ക്ലേ ഇല്ലേ, അതാണ് സാധനം. അതിങ്ങനെ പാക്കറ്റിൽ പല കളേഴ്സിലാണ് ഈ ക്ലേ വരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഈ ക്ലേ വെച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോസൊക്കെ വരുന്നത് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡായിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ വരുമെന്ന് എനിക്ക് സത്യത്തിലൊരു പിടിയില്ല. ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങുകയാണ്. ആക്ച്വലി ഇത് മേടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ക്ലേ കടയിൽ പോയി മേടിക്കണതൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുട്ടികൾക്കുള്ള ക്ലേ മേടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു മുഖവരിയായിട്ടേ ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പ്രൊഫഷണലായിട്ടൊന്നും എന്നെ കാണരുത് കേട്ടോ. ചെറിയ കുട്ടികളെന്തോ ഉണ്ടാക്കി ആ കൗതുകം അതുപോലെ എന്നെയും കണ്ടാൽ മതി. എൻ്റെ പ്രായമൊക്കെ മറന്നിട്ട് എൻ്റെ ഉള്ളിലെ ആ ചെറിയ കുട്ടിയെ മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. ഒരാഗ്രഹത്തിനാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ഗണപതി ഉണ്ടാക്കാനേ മറ്റൊരു കാരണം കൂടിയുണ്ട്. വളരെ ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞിലെയൊക്കെ നമുക്ക് ഒരു എമർജൻസിയൊക്കെ വന്നാൽ, എമർജൻസി എന്ന് ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് വീഴാൻ പോയാലോ, ഒന്ന് പേടിക്കുകയോ ഒരു അപകടം പറ്റുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്നത് അമ്മേന്നോ ഈശ്വരാന്നോ ഒക്കെയല്ലേ നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഞാൻ വളരെ കുഞ്ഞിലേ തൊട്ടേ ഞാൻ വിളിക്കുന്നത് മമ്മി ഗണപതി എന്നാണ്. ഭയങ്കര കോമ്പിനേഷൻ അല്ലേ, മമ്മി ഗണപതി. അതിന് കാരണം വളരെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയെ മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. അമ്മ എന്ന് വിളിച്ച അമ്മ വിളി കേൾക്കില്ലായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് അമ്മക്കിളി എന്നാക്കിയത് കേട്ടോ. ഞാൻ അമ്മയൊക്കെ ആയ ശേഷമാണ് എൻ്റെ അമ്മയെ ഞാൻ അമ്മക്കിളി എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ചെറുപ്പത്തിലെയുള്ള മമ്മി വിളിയാണ് ഒരത്യാവശ്യം ഒരു ആപത്ഘട്ടത്തിൽ ഞാൻ മമ്മി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ ഗണപതി എന്നോട് വിളിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോഴും എൻ്റെ എന്താ പറയുക, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ വീട്ടുകാർ, സൗഭാഗ്യ, അർജുന, പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എല്ലാവരും എന്നെ കളിയാക്കും. ഓ, ടീച്ചർ ഇതാ ഗണപതി വിളിച്ചു തുടങ്ങി എന്ന് പറയും. എല്ലാവർക്കും ഞാൻ ടീച്ചറാണല്ലോ. അപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കും, ഇതാ ടീച്ചർ ഗണപതി എന്ന് വിളിച്ചു തുടങ്ങിയെന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാലം ഗണപതി എന്ന് വിളിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിഗ്രഹം ഒന്ന് ഉണ്ടാക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. പലവട്ടം ഭഗവാന്റെ പടം വരച്ച് പെയിൻറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വിഗ്രഹമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ അടുത്തിടെയാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരു വീഡിയോ കണ്ടു ഞാനത്. വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ചറ പറന്നുണ്ടാക്കി. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഭയങ്കര ഈസിയാണല്ലോ, എന്നാൽ പിന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് അത്ര എളുപ്പമൊന്നുമല്ല. അതിന് ഭയങ്കര ടാലൻറ്റ് വേണമെന്ന്. എന്തായാലും ഭഗവാൻ എന്നെ കൈവിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ എത്ര മെനക്കെട്ടാണ് അതുണ്ടാക്കണേന്ന് നോക്കിക്കേ. ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ ക്ലേ എല്ലാം കളേർഡായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആ ക്ലേ അങ്ങ് തീർന്നു പോകും. പിന്നെ വേറെ കളറേ കാണുള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല കളറിലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കി തീർന്നിട്ട് പെയിൻ്റ് അടിക്കാമെന്ന്. എനിക്കാണെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവും കൂടിയാണ്. അപ്പോൾ ആദ്യം ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുട്ടികളുടെ ക്ലേ ആയതുകൊണ്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഊർന്നങ്ങ് പോകും. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ മെനക്കെട്ടും ട്രയൽ ആൻഡ് എററിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ഗണപതിയെ ഞാനിതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുമായി. ഇനി ഒന്ന് ചെവിയും വെച്ച് കിരീടവും വെച്ചാൽ മതി. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ചിരി വരണുണ്ടല്ലേ? എന്തായാലും ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ അല്പനേരം ചിരിപ്പിക്കാനെങ്കിലും കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഇടയിൽ കുറേ പ്രൊഫഷണൽസൊക്കെ ഉണ്ടാവും. അവരോടല്ല ഞാൻ പറയുന്നത്. എന്നെപ്പോലെ ഈ കുഞ്ഞു സന്തോഷങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഇതൊക്കെ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്യണം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ പെയിൻറ്റ് ചെയ്യണം എനിക്ക്.
ഇത് ഇത്രയും ചെയ്തപ്പോൾ കൊള്ളാൻ തോന്നുന്നു അല്ലേ, വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത അംഗം എന്ന് പറയുന്നത് കളർ എടുത്ത് വെച്ച് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങാം. ഓക്കേ. ആദ്യം ബോഡിക്ക് ഞാൻ ഇതാ ഈ കളറാണ് കൊടുത്തത്. ഏകദേശം ഒരു ഫെയറായിട്ടൊരു സ്കിന്നാണ്. കുറേ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ആന വെളുത്തിട്ടല്ലല്ലോ, ആനയ്ക്ക് ആനയുടെ ഒരു നിറമുണ്ടല്ലോ, അതല്ലേ വേണ്ടതെന്ന്. അപ്പോഴേക്ക് ഞാനിത് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. പാവം ഞാനല്ലേ. ആ പെയിൻറ്റ് മുഴുവൻ ഇനി മാറ്റി അടുത്ത കളറാക്കണം. അതിന് ഇതാദ്യം പൂർത്തിയാക്കണ്ടേ. പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ആനയുടെ കളർ ഇതല്ല. എൻ്റെ ഒരു കാര്യമേ. എൻ്റെ ശബ്ദത്തിൻ്റെ ഇഷ്യൂസ് കംപ്ലീറ്റായിട്ടും സോൾവ് ആവാത്ത കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും വോയിസ് ഓവറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല ആനയുടെ കളറ് ഇതല്ല, കറുപ്പാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയോ? ഇത് പെട്ടെന്ന് തീർത്തിട്ട് ഭഗവാനുള്ള നിവേദ്യമെല്ലാം ഉണ്ടാക്കിയിട്ട് പൂജയെല്ലാം ചെയ്തിട്ട് എന്നിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തിട്ട് എന്നിട്ട് റെഡിയായിട്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളെല്ലാവരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഒരു ടൈം കൺസ്ട്രെയിൻ്റ് ആണ് ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ടിരുന്ന് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഭഗവാന്റെ വേഷ്ടി എനിക്കൊരു യെല്ലോ കളറാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ വേഷ്ടിയായിട്ട് ഞാൻ യൂസ് ചെയ്ത ക്ലേയുടെ കളറ് പിങ്ക് കളറായിരുന്നു. അതിൻ്റെ പുറത്തൊരു യെല്ലോ അടിച്ച ഭംഗിയാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കളർ മാറ്റിയത്. ഇപ്പോൾ ബ്ലൂ ആക്കുന്നത്. ഭഗവാൻ പാവം, ഞാൻ എന്ത് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്തോളൂന്ന് എനിക്കറിയാം. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. എന്നെ കുറ്റം പറയാൻ നിൽക്കല്ലേ, പാവം ഞാനല്ലേ. കുറ്റം പറഞ്ഞോളൂ, കുഴപ്പമില്ല. പറഞ്ഞാലല്ലേ ഒരു മനുഷ്യൻ നന്നാവുള്ളൂ അല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ യെല്ലോ ഭഗവാന്റെ പീഠത്തിനാക്കി. ബ്ലൂ വേഷ്ടി ഉടുപ്പിച്ചിട്ട് ഭഗവാനെ യെല്ലോ കളർ പീഠത്തിൽ ഇരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ യെല്ലോ പെയിൻറ്റ് ആ പീഠത്തിനടിക്കുകയാണ് ഞാൻ. ഇത്രയും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ കിരീടത്തിന് അത്ര കളർ പോരാ. ഓൾറെഡി അതൊരു പിങ്ക് കളർ ക്ലേ ആണേ. പക്ഷേ കുറച്ചൊരു ബ്രൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം വേഷ്ടി നല്ല ഡാർക്ക് കളറായി, പീഠവും നല്ല ഡാർക്ക് യെല്ലോ ആയി. അപ്പോൾ കിരീടം കുറച്ചുകൂടെ നല്ല ബ്രൈറ്റായിട്ടൊരു മജന്ത ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആക്ച്വലി ഇതാ ഈ സമയത്താണ് എൻ്റെ റിയലൈസേഷൻ, ആനയ്ക്ക് ഫെയർ സ്കിൻ വേണ്ട, ഒരു ഡാർക്ക് സ്കിൻ മതിയെന്ന്. കറുപ്പാണോയെന്ന് വെച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അതൊരു ആനക്കളർ എന്ന് പറയും. എൻ്റെ അമ്മയൊക്കെ പറയുന്നൊരു ടേമാണിത്, ആനക്കളർ. അതൊരു കറുപ്പുമല്ല ആഷുമല്ല, ഒരു പ്രത്യേക കളറാണ്. അത്ര എനിക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രാവീണ്യമില്ല. എന്തായാലും ഞാൻ കുറച്ച് മിക്സ് ചെയ്ത്, ഞാനൊരു ബ്ലൂവും വൈറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു ആഷ് ടോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ ഗണപതിക്ക് ആ കളർ മതി എന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കേ ഞാൻ മുകളിലോട്ട് നോക്കുന്നത് സമയം നോക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ടൈം കൺസ്യൂമിങ് ആണിത്. ഇത് തീർക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്ലേ ഇങ്ങനെ ചേർന്ന് നിൽക്കില്ല, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല, ഊർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ച് ഞാനതിനെ എങ്ങനെയോ പിടിച്ചങ്ങ് നിർത്തി. ഇതാ ഭഗവാന്റെ അടുത്ത് കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ്.
എങ്ങനെയുണ്ട് എൻ്റെ ഗണപതി? എനിക്കാണ് അതിനെ കണ്ടിട്ട് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ ചക്കര കുട്ടി ഗണപതി. ഇനി അടുത്ത അംഗമാണ് കേട്ടോ, പ്രസാദം ഉണ്ടാക്കാൻ പോവുക. എനിക്ക് ഇത്ര വയസ്സായല്ലോ, ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ഈ പ്രസാദം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയണം. അറ്റ്ലീസ്റ്റ് ഇതുപോലെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഞാനിതെല്ലാം ട്രൈ ചെയ്തല്ലോ എൻ്റെ ലൈഫിൽ. ആദ്യം ഒരു പാൻ എടുത്തു, അടുപ്പത്ത് വെച്ചു, ശകലം എണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഇനി ഞാൻ പച്ചരി കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂടായ പാനിലോട്ട് ഈ പച്ചരിയാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ ഓരോ അളവും ക്രമവും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്പൂൺ കണക്കറിയില്ല. എനിക്ക് കൺതിട്ടം എന്ന് പറയും. ഞാൻ നോക്കിയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് സ്പൂൺ കണക്കല്ല, അതും എൻ്റെ അമ്മ പറഞ്ഞൊരു ടേമാണ്. കൺതിട്ടം എന്ന് പറയും. നോക്കി ഉപ്പിടുക, നോക്കി മധുരം ഇടുക, നോക്കി എന്താ പറയുക, ഓരോ അളവ് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ആ അരി അരച്ചതിനെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൈ ഇങ്ങനെ വിടാതെ അതിനെ ഇളക്കിയെടുക്കുകയാണേ. അതിങ്ങനെ ഒരുമിച്ച് കൂടി വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ മധുര കുഴക്കട്ടയ്ക്കകത്ത് തേങ്ങയും ശർക്കരയും കൂടി ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിന് പറയുന്നത് പൂർണ്ണം എന്നാണ്. ആ പൂർണ്ണം ഉണ്ടാക്കുന്നതാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അതിനായിട്ടൊരു അടുപ്പ് കത്തിച്ചു, ചീനിച്ചട്ടി വെച്ചു, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നല്ല പൊടിച്ച ശർക്കര, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ശർക്കര മേടിക്കാൻ കിട്ടും, ഓർഗാനിക് ശർക്കര പൊടി, അത് കുറച്ചിടുക. നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അളവ് പറയാൻ അറിഞ്ഞുകൂടാ. പറഞ്ഞു തരാൻ അറിയില്ല എന്നേ ഉള്ളൂ കേട്ടോ, എനിക്ക് ചെയ്യാനറിയാം. അപ്പോൾ കുറച്ച് ശർക്കര എൻ്റെ അകത്തോട്ടിട്ട് നല്ല പോലെ ഇളക്കി. നല്ല പോലെ മിക്സായ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിക്കാം കേട്ടോ, അപ്പോഴേ അത് ഉരുകി വരത്തുള്ളൂ. അത് കണ്ടപ്പോഴേ ലേശം നെയ്യ് കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് നെയ്യ് കൂടി ചേർക്കാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഔചിത്യം പോലെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഇത് കണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. എന്നേക്കാളും നല്ല 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 കുക്കാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ശർക്കര നല്ല പോലെ തിളച്ച് വരും. നേരത്തെ ചിരകി വെച്ച തേങ്ങയാണ് ഇപ്പം ഞാൻ എൻ്റെ അകത്തോട്ടിടുന്നത്. തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ ഇതിനെ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണം. വേണമെങ്കിൽ അല്പം നെയ്യും കൂടെ ഒഴിക്കാം. തീരെ കട്ടിയാവാതെ നോക്കണം കേട്ടോ, കല്ല് പോലെ ആയിപ്പോ അല്ലെങ്കിൽ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണേ അത്. അതിൻ്റെ പാകം എന്ന് പറയുന്നത് അതാ. തീരെ അങ്ങ് കല്ലായിപ്പോയാൽ നമുക്കങ്ങനെ ഉരുട്ടി വയ്ക്കാൻ പറ്റില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഇപ്പം തണുത്തിട്ടുണ്ടാവണം. തീരെ തണുത്തിട്ടല്ല, കൈയൊക്കെ തൊടാൻ പാകത്തിന് തണുത്തിട്ടുണ്ടാവും. അതിലിത്തിരി വെള്ളവും എണ്ണയും കൂടെ കയ്യിൽ തേച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത് വെച്ചാണ് നമ്മൾ അതിൻ്റെ ഔട്ടർ ഉണ്ടാക്കുന്നത്. ഈ അരി വെച്ചിട്ട് ഈ പാകം ശരിയായാൽ കൊഴുക്കട്ട നന്നായിട്ട് വരുള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ അതിങ്ങനെ കഷ്ണമായിട്ട് പൊട്ടി അങ്ങ് പോകും. ദൈവമേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ഫസ്റ്റ് കൊഴുക്കട്ട. ഇഡ്ഡലി പാത്രം കണ്ടോ, ഇതിലാണ് ഇനി നമ്മളിതിനെ വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞു. കുറച്ച് വെള്ളം വെച്ചാൽ മതി. താഴത്തെ തട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ഈ കൊഴുക്കട്ടയിൽ വെള്ളം തെറിച്ച് അത് അലിഞ്ഞ് ഇളകി പോകുമെന്ന് എനിക്ക് പേടി. അതുകൊണ്ട് ഏറ്റവും മേളത്തെ തട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഞാനിങ്ങനെ
പ്രാർത്ഥിച്ച് അടുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞോ നോക്കാം. ഇതിങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ വിയർത്ത് വരും. അതാണ് എഗെയിൻ അത് ഇറക്കി വെക്കാനുള്ള പാകം. അടുത്തുണ്ടാക്കാൻ പോകുന്നത് ഉപ്പ് കൊഴുക്കട്ടയാണ്. അതിന് ഉസിലി കൊഴുക്കട്ട എന്നും പേര് പറയും. ആക്ച്വലി ഈ നിവേദ്യത്തിൽ ഈ 2 ടൈപ്പ് കൊഴുക്കട്ടയും വെക്കും. ഈ ഉസിലി കൊഴുക്കട്ടയുടെ പൂർണ്ണം ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തിരക്കായിരുന്നു കേട്ടോ. കാരണം സോറി, ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാമേ. ഉഴുന്ന് നല്ല പോലെ വെള്ളത്തിലിട്ട ശേഷം അത് നല്ല പോലെ ഇങ്ങനെ ഊറി വരുമല്ലോ, അതിനെ പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം കായപ്പൊടിയും കൂടി ഇട്ട് അല്പം ഉപ്പും കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. തീരെ ഇങ്ങനെ മഷി പോലെ അരയ്ക്കാൻ പാടില്ല. എന്നിട്ട് കടുകൊക്കെ താളിച്ചതിനെ ഒന്ന് വരട്ടിയെടുക്കണം. അതിനെയാണ് പൂർണ്ണമാക്കുന്നത്. ഈ ഉസിലി കൊഴുക്കട്ടയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ നീളത്തിലിരിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഇതെല്ലാം റെഡിയായപ്പോൾ ഞാൻ ഈ പൂജ ചെയ്യാൻ പോവാണ്. ധൃതിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. സമയം ഇങ്ങനെ ഒരുപാട് ഓടിപ്പോയി. ഭഗവാനെ ഒരുക്കി പൂക്കളൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നു. അതെല്ലാം റെഡിയാക്കി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് നിവേദ്യം കൊടുക്കാൻ ഭഗവാന്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഈശ്വരനോട് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടാവണേ, ഒന്ന് ശരിയാക്കി തരണേ. ഇതിൽ ഈശ്വരനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു അപാകതയോ ഒരു പാകപ്പഴയോ ഒക്കെ സംഭവിച്ചു പോയാൽ വലിയ മനസ്താപനത്തിനിടയാവും. അതൊന്നുമില്ലാതെ ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ഈശ്വരൻ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. ആ വിഗ്രഹം ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടാക്കി. പ്രസാദവും എൻ്റെ അമ്മ പറയുന്നത് പോലെ ആ പാകത്തിനൊക്കെ എനിക്ക് കിട്ടി. ഇനി അതിൻ്റെ ടേസ്റ്റാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇനി സൗഭാഗ്യയുടെ അവിടേക്കാണ് പോകാൻ പോകുന്നത്. സൗഭാഗ്യം വലിയ തിരക്കിലാണ്. ഇതൊക്കെ കൊണ്ട് ഞാൻ സൗഭാഗ്യയ്ക്ക് കൊടുത്തു, അർജുന് കൊടുത്തു. അവരും തിരക്കിനിടയിൽ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പകരം ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയി കൊടുത്തു. ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റി. അതൊന്ന് കണ്ടാലോ? ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് അമ്പലത്തിലെത്തി. വഴുതക്കാടുള്ള മഹാഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ ഉത്സവത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണിന്ന്. ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസാണ് പെർഫോം ചെയ്യുന്നത്. അവരൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് സൗഭാഗ്യമാണ്. എൻ്റെ ഒരേ ഒരു സ്റ്റുഡൻ്റാണ് കളിക്കുന്നത്. ബാക്കിയെല്ലാം സൗഭാഗ്യയുടെ സ്റ്റുഡൻസാണേ. നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാവരും അസലായിട്ട് കളിച്ചു. എൻ്റെ അടുത്തിരിക്കുന്നവരെ കണ്ടായിരുന്നു. അതെൻ്റെ കൂട്ടുകാരി കേട്ടോ, ബീന. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. ആ അമ്പലത്തിനടുത്താണ് ബീന താമസിക്കുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം കാണാൻ വന്നതാ.
ഒരുപാട് നാളുകൾക്ക് ശേഷം ബീനെ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി, ബീനയ്ക്കും ഒത്തിരി സന്തോഷമായി. ഈ കലോത്സവ കാലത്ത് വർണ്ണം 10 മിനിറ്റ് 8 പ്രോഗ്രാം കഴിഞ്ഞതും കളിച്ച് എല്ലാവർക്കും വലിയ സന്തോഷമായി, ഞങ്ങൾക്കും വലിയ സന്തോഷമായി. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അതിനെ നന്നായിട്ട് അവതരിപ്പിച്ച് കാണുമ്പോൾ എല്ലാ ടീച്ചേഴ്സിനുമുള്ള സന്തോഷമാണ് സൗഭാഗ്യയ്ക്കും എനിക്കും ഉണ്ടായത്. ഇതാണ് അക്ഷയ. അക്ഷയ എൻ്റെ സ്റ്റുഡൻ്റാണ്. വർണ്ണമാണ് അക്ഷയ കളിച്ചത്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിനായക ചതുർത്ഥി ഗംഭീരമായിട്ട് ഞാൻ ആഘോഷിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. God bless you all.